നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പനാമയിലെ അറ്റലായിൽ നടന്ന ജീസസ് നസറേനോ തിരുനാളിലും 2026 മിഷൻ നാഷണൽ പ്രഖ്യാപനത്തിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫെബ്രുവരി 22 നടന്ന ഈ ചടങ്ങിൽ പനാമയിലെ കത്തോലിക്ക സഭയിലെ മെത്രാന്മാരും മതനേതാക്കളും വിശ്വാസികളും ഒത്തുചേർന്നു. കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയും വിശുദ്ധ കുർബാനയും ആഘോഷങ്ങളുടെ പ്രധാന ഭാഗമായിരുന്നു. പനാമയിലെ സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിശ്വാസം ദൃഢമാക്കുന്നതിനുമായി ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ ദേശീയ മിഷൻ പ്രഖ്യാപനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അറ്റലായയിലെ ബസിലിക്കയിൽ ഒത്തുകൂടി തങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്തു. സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും സുവിശേഷ പ്രചാരണത്തിനും ഈ പുതിയ ദൗത്യം വലിയ ഊർജ്ജം നൽകുമെന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയവർ വ്യക്തമാക്കി. മെക്സിക്കോയിൽ വർദ്ധിച്ചുവരുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം തേടുന്നു. മെക്സിക്കോയിലെ പ്രശസ്തമായ സപ്പോപ്പൻ, ഗാഡലൂപ്പെ എന്നീ മാതാവിന്റെ തിരുസ്വരൂപങ്ങൾ ഒന്നിച്ചു കൊണ്ടുവന്നാണ് സഭ ഈ പ്രത്യേക പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിച്ചത്. രാജ്യത്ത് നിലനിൽക്കുന്ന കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, മയക്കുമരുന്ന് മാഫിയകളുടെ അക്രമങ്ങൾ എന്നിവയിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനായാണ് ഈ ആത്മീയ സംഗമം നടന്നത്. ഗ്വാഡലറ മെത്രാപ്പോലീത്ത കർദിനാൾ ഫ്രാൻസിസ്കോ റോബിൾസിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മെക്സിക്കോയിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മാതൃരൂപങ്ങളും അതീവ പ്രാധാന്യമുള്ളതാണ്. സാധാരണയായി സപ്പോപ്പൻ മാതാവിന്റെ രൂപം ഒക്ടോബർ മാസത്തിലാണ് പുറത്തെടുക്കാറുള്ളതെങ്കിലും രാജ്യത്തെ നിലവിലെ അതീവ ഗുരുതരമായ സാഹചര്യം കണക്കിലെടുത്താണ് ഈ പ്രത്യേക പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ ഒത്തുചേർന്നത്. പെറുവിലെ അരക്യുപ്പ മേഖലയിലുണ്ടായ ശക്തമായ പ്രളയത്തിലും ഹെലികോപ്റ്റർ അപകടത്തിലും ജീവൻ നഷ്ടപ്പെട്ടവർക്കായി പെറുവിലെ കത്തോലിക്ക മെത്രാൻ സമിതി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് അരക്യുപ്പയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുവാനുള്ള ദൗത്യത്തിനിടയിലാണ് പനാമ വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്റർ തകർന്നു വീണത്. ദുരന്തബാധിതരെ സഹായിക്കുവാനും ഒഴിപ്പിക്കുവാനുമായി നിയോഗിക്കപ്പെട്ട ഈ വിമാനത്തിലുണ്ടായിരുന്ന 4 സൈനിക ഉദ്യോഗസ്ഥരും 11 യാത്രക്കാരും ഉൾപ്പെടെ 15 പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 50 നോമ്പിലെ 50 കാര്യങ്ങളുമായി ഡാർവിൻ സെന്റ് അൽഫോൻസ സീറോ മലബാർ ഇടവക. നോമ്പ് കാലത്ത് ഓരോ കുടുംബവും ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ് ഈ 50 കാര്യങ്ങളിൽ പെടുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കുമായി നോമ്പുകാലത്ത് നൽകപ്പെട്ട ഈ 50 കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നോമ്പുകാലം ഫലദായകമാക്കുവാനുള്ള ആഹ്വാനമാണ് ഈ വർഷം ഇടവകയിൽ നൽകപ്പെട്ടിട്ടുള്ളത്. ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക, മൊബൈൽ ഫോൺ ചാർജിൽ ഇടാത്തപ്പോൾ ചാർജർ പ്ലഗിൽ നിന്നും എടുത്തു മാറ്റുക, ഉള്ള സൗകര്യത്തിൽ ചട്ടിയിലോ ചാക്കിലോ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ആവശ്യത്തിന് ജലം ഉപയോഗിക്കുക, പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ടാപ്പ് അടയ്ക്കുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപവസിച്ച് കിട്ടുന്ന പണം പാവപ്പെട്ടവർക്ക് നീക്കിവെക്കുക, ആഴ്ചയിൽ 1 മണിക്കൂർ മൊബൈൽ, ഇന്റർനെറ്റ് ഒഴിവാക്കി കുടുംബത്തോടൊപ്പം ചിലവഴിക്കുക തുടങ്ങി വീടിനും സമൂഹത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ചെറുതെങ്കിലും വലിയ സന്ദേശങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ് നോമ്പുകാലത്ത് നൽകപ്പെട്ടിട്ടുള്ളത്. പള്ളി വികാരി റവറൻ ഡോക്ടർ ജോൺ പുതുവ, കൈക്കാരന്മാരായ സോജൻ ജോർജ്, ഡെനക്സ് ഡേവിഡ്, ആശ തോമസ് എന്നിവർ നേതൃത്വം നൽകുന്നു. നോമ്പുകാലത്ത് നാടിനും സമൂഹത്തിനുമുള്ള വലിയ നന്മയാണിതെന്നും ഫാദർ പുതുവ പറഞ്ഞു. മുംബൈ സലേഷ്യൻ പ്രൊവിൻസ് തങ്ങളുടെ മിഷണറി പ്രവർത്തനങ്ങളുടെ ചരിത്രവും പാരമ്പര്യവും വ്യക്തമാക്കുന്ന സലേഷ്യൻ മിഷൻ ലെഗസി സെമിനാർ റിഫ്ലക്ഷൻസ് എന്ന പുസ്തകം പുറത്തിറക്കി. ഫെബ്രുവരി 17 അഹമ്മദ് നഗറിലെ ഡോൺ ബോസ്കോ സവേദിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടെയായിരുന്നു പുസ്തകത്തിന്റെ പ്രകാശനം. സലേഷ്യൻ മിഷൻ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വവും റോമിലെ മിഷണറി വോളണ്ടിയറിംഗ് അഡ്വൈസറി ടീം അംഗവുമായ ഫാദർ പവൽ സെനിസെക്കിന്റെ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രൊവിൻഷ്യൽ മിഷണറി ആനിമേഷൻ ഡെലിഗേറ്റ് ഫാദർ മൈക്കൽ ബാൻസോഡയുടെ നേതൃത്വത്തിലുള്ള മിഷണറി കമ്മീഷൻ അംഗങ്ങളുമായി ഫാദർ പവൽ ചർച്ചകൾ നടത്തി. ആഗോളതലത്തിൽ സലേഷ്യൻ മിഷണറി പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും വോളണ്ടിയർമാരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.